എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ എൻ്റെ പീഡകൾക്ക് അറുതി വരികയാണ്. കർത്താവ് വാഗ്ദാനം ചെയ്ത സഹായം എനിക്ക് ലഭിക്കുന്നു. ഫാദർ ആൻഡ്രാഷ്, ഫാദർ സൊപോച്കോ എന്നീ വൈദികരിലൂടെ എനിക്കത് ലഭിക്കുന്നതായി ഞാൻ കാണുന്നു. എൻ്റെ നിത്യവ്രത വാഗ്ദാനത്തിന് മുമ്പുള്ള ധ്യാന സമയത്ത് ആദ്യമായി പൂർണ്ണ സമാധാനം എനിക്ക് ലഭിച്ചു. പിന്നീട് ഫാദർ സൊപോച്കോയും ആ വഴി തന്നെ എന്നെ നയിച്ചു. കർത്താവിൻ്റെ വാഗ്ദാനം അങ്ങനെ നിറവേറി. എനിക്ക് സമാധാനം ലഭിക്കുകയും ദൈവവഴികളെ പിന്തുടരാൻ പഠിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിച്ചു. ഞാൻ നടക്കുകയല്ല, ഓടുകയാണെന്ന് തോന്നി. പറക്കാനായി എൻ്റെ ചിറകുകൾ വിടർത്തി. സൂര്യൻ്റെ അഗ്നിയിലേക്ക് തന്നെ ഞാൻ പറന്നുയർന്നു. അവനിൽ വിലയം പ്രാപിക്കുന്നതുവരെ ഞാൻ താഴോട്ട് വരികയില്ല. എൻ്റെ ആത്മാവ് അവനിൽ നിത്യമായി ഉൾച്ചേർന്നു പോയി. കൃപയുടെ പ്രവർത്തനത്തിനായി എന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. ദൈവം തൻ്റെ ആത്മാവിലേക്ക് താന്നിറങ്ങി. ഞാൻ പിന്മാറുകയോ അവിടുത്തെ പ്രതിരോധിക്കുകയോ ചെയ്തില്ല. പ്രത്യുത എൻ്റെ ഏക നിക്ഷേപം എന്ന പോലെ എന്നെ അവിടുത്തേക്ക് വിട്ടുകൊടുത്തു. കർത്താവുമായി ഞാൻ ഒന്നായി. സൃഷ്ടിയും സൃഷ്ടാവുമായുള്ള ഗർത്തം അപ്രത്യക്ഷമായി. കുറച്ചു ദിവസത്തേക്ക് എൻ്റെ ആത്മാവ് നിരന്തരമായ പാരവശ്യത്തിലായിരുന്നു. ഒരു നിമിഷത്തേക്ക് പോലും ദൈവസാന്നിധ്യം എന്നിൽ നിന്ന് വിട്ടുപോയില്ല. കർത്താവുമായി നിരന്തര സ്നേഹൈക്യത്തിൽ എൻ്റെ ആത്മാവ് നിലകൊണ്ടു. എന്നാൽ എൻ്റെ അനുദിന ചുമതലകൾ നിറവേറ്റുന്നതിന് ഇതൊന്നും തടസ്സമായിരുന്നില്ല. സ്നേഹത്തിലേക്ക് രൂപാന്തരപ്പെട്ട പോലെ എനിക്ക് തോന്നി. കത്തിച്ചാമ്പലാകാതെ ഞാൻ ജ്വലിക്കുകയായിരുന്നു. ദൈവത്തിൽ ഞാൻ അവിരാമം ലയിച്ചു പോയി. ഭൂമിയിലാണെന്ന് പോലും ഓർക്കാത്ത വിധം കർത്താവ് വളരെ ശക്തിയോടും ബലത്തോടും കൂടി എന്നെ അവിടുത്തോട് ചേർത്ത് നിർത്തി. വളരെ നാളുകളായി ദൈവകൃപകളെ ഞാൻ ഭയപ്പെടുകയും തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവം തന്നെ ഫാദർ ആൻഡ്രാഷിലൂടെ എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി. എൻ്റെ ആത്മാവ് സൂര്യന് അഭിമുഖമായി. അവിടുത്തെ പ്രകാശത്തിൽ അവിടുത്തേക്ക് മാത്രമായി അത് വിടർന്നു പുഷ്പിച്ചു. മറ്റൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. വാചകം ഇവിടെ മുറിയുകയാണ്. പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു ചിന്ത അടുത്ത വരികളിൽ ആരംഭിക്കുന്നു. വഴിതെറ്റിപ്പോകുമെന്ന ഭയത്താൽ ധാരാളം ദൈവകൃപകളെ ഞാൻ നഷ്ടമാക്കിയിരുന്നു. ദൈവം എന്നെ വളരെ ശക്തിയായി അവിടുത്തോട് അടുപ്പിച്ചതിനാൽ പെട്ടെന്ന് അവിടുന്ന് ലയിക്കുമ്പോൾ അവിടുത്തെ കൃപകളെ തടസ്സപ്പെടുത്താൻ ഞാൻ അശക്തയായിരുന്നു. ഈ സമയത്തെല്ലാം ഞാൻ വലിയ സമാധാനം അനുഭവിച്ചു. പിന്നീട് ഞാൻ അസ്വസ്ഥയാകാൻ ശ്രമിച്ചപ്പോഴും എനിക്കതിന് കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ഈ വാക്കുകൾ ശ്രവിച്ചു. ഞാനാണ് ഇതെല്ലാം നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നതെന്ന് നിനക്ക് ബോധ്യമാകാൻ നിനക്ക് അഗാധമായ സമാധാനം നൽകും. നീ ഭയപ്പെടാനും വിഷമിക്കാനും ആഗ്രഹിച്ചാലും ഇന്ന് നിനക്കത് സാധിക്കുകയില്ല. സ്വയം വിസ്മൃതാവസ്ഥയിൽ സ്നേഹത്താൽ നിന്റെ ആത്മാവ് കവിഞ്ഞൊഴുകും. പിന്നീട് ഈശോ എനിക്ക് മറ്റൊരു വൈദികനെ, ഫാദർ സൊപോച്കോ, തന്നു. അദ്ദേഹത്തോട് എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ തുറന്നു പറയാൻ അവിടുന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ആദ്യമെല്ലാം ഞാൻ അല്പം സങ്കോചത്തോടെയാണ് സംസാരിച്ചത്. എന്നാൽ ഈശോയിൽ നിന്നുള്ള കർശനമായ ശാസനം എന്നെ കൂടുതൽ എളിമയുളവാക്കി. അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിൽ ഞാൻ ദൈവസ്നേഹത്തിൽ പെട്ടെന്ന് അഭിവൃദ്ധി പ്രാപിച്ചു. കർത്താവിൻ്റെ ധാരാളം ആഗ്രഹങ്ങൾ പ്രാബല്യത്തിൽ വരുത്താൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ധൈര്യവും അഗാധമായ എളിമയും കണ്ട് ഞാൻ അമ്പരന്നിട്ടുണ്ട്. ഓ, ഇത്രമാത്രം കൃപകൾ നഷ്ടമാക്കിയ എൻ്റെ ആത്മാവ് എത്ര നികൃഷ്ടമാണ്! ദൈവത്തിൽ നിന്ന് ഞാൻ ഓടി അകലുകയായിരുന്നു. അവിടുന്ന് തൻ്റെ കൃപകളാൽ എന്നെ അനുധാവനം ചെയ്തുകൊണ്ടിരുന്നു. അപ്രതീക്ഷിതമായ സമയങ്ങളിലാണ് ദൈവത്തിൻ്റെ കൃപകളെ പലപ്പോഴും ഞാൻ അനുഭവിച്ചിരുന്നത്. എനിക്കൊരു ആത്മീയ ഉപദേഷ്ടാവിനെ അവിടുന്ന് നൽകിയത് മുതൽ ഞാൻ കൃപകളോട് കൂടുതൽ വിശ്വസ്തത പുലർത്താൻ തുടങ്ങി. ആത്മീയ പിതാവിൻ്റെ സൂക്ഷ്മമായ പരിപാലനയാൽ ആത്മീയ മാർഗനിർദ്ദേശം എന്താണെന്നും ഈശോ അതിനെ എപ്രകാരം നോക്കിക്കാണുന്നുവെന്നും ഞാൻ മനസ്സിലാക്കി. ഏറ്റവും ചെറിയ തെറ്റുകൾക്ക് പോലും ഈശോ താക്കീത് നൽകി. ഞാൻ കുമ്പസാരക്കാരനോട് പറയുന്ന കാര്യങ്ങളിലെല്ലാം ഈശോ തന്നെ വിധി തീർപ്പുണ്ടാക്കി. അവിടുന്ന് എന്നോട് പറഞ്ഞു, കുമ്പസാരക്കാരനോട് ചെയ്യുന്ന എല്ലാ തെറ്റുകളും എന്നോട് തന്നെയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചപ്പോൾ ആഴമായ ചിന്തകളും സമാധാനവും എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ അന്തരാത്മാവിൽ പലപ്പോഴും ഇപ്രകാരം കേട്ടു: യുദ്ധത്തിനായി നിന്നെ ശക്തിപ്പെടുത്തുക. പല സമയങ്ങളിലും ഇത് ആവർത്തിക്കുകയുണ്ടായി. എൻ്റെ ആത്മാവിലുള്ള ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി പലപ്പോഴും
എന്നെ മനസ്സിലാക്കി തന്നിരുന്നു. നിസ്സാരമെന്ന് കരുതിയിരുന്ന പലതിനെ പറ്റിയും പലപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവ വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളായിരുന്നു. ഒരു ഗുരുവിനെ പോലെ അവിടുന്ന് എനിക്ക് മുന്നറിയിപ്പ് നൽകുകയും എന്നെ പരീക്ഷിക്കുകയും ചെയ്തിരുന്നു. എനിക്കൊരു ആത്മീയ ഉപദേഷ്ടാവിനെ നൽകുന്നതുവരെ വളരെ വർഷങ്ങൾ അവിടുന്ന് തന്നെ എന്നെ പഠിപ്പിച്ചു. മുമ്പെല്ലാം എനിക്കത് മനസ്സിലാകാതിരുന്നതെല്ലാം അവിടുന്ന് തന്നെ മനസ്സിലാക്കി തന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം കുമ്പസാരക്കാരനോട് ചോദിച്ച് മനസ്സിലാക്കാൻ അവിടുന്ന് പറയും. അവിടുന്ന് പറഞ്ഞു, അവൻ്റെ അധരങ്ങളിലൂടെ ഞാൻ സംസാരിക്കും, സമാധാനമായിരിക്കുക. ആത്മീയ പിതാവിനോട് ഫാദർ സൊപോച്കോ വിവരിക്കുമ്പോൾ കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടതിന് വിപരീതമായി ഒരു നിർദ്ദേശവും അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടില്ല. ഇപ്രകാരമാണ് പലപ്പോഴും സംഭവിക്കുക. ആദ്യം ഈശോ എന്നോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടും, ആരും അതറിയുന്നില്ല. പിന്നീട് ഞാൻ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തുമ്പോൾ എൻ്റെ കുമ്പസാരക്കാരനും അതേ നിർദ്ദേശം തന്നെ നൽകും. ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരാത്മാവിന് വളരെ നാളത്തേക്ക് നല്ല പ്രകാശവും ധാരാളം ഉൾപ്രേരണകളും ലഭിക്കുകയും കുമ്പസാരക്കാരൻ അതിൻ്റെ ഉറവിടത്തെക്കുറിച്ച് ഉറപ്പ് നൽകുകയും ആത്മാവ് ശാന്തമാകുകയും ചെയ്യുമ്പോൾ അതിൻ്റെ സ്നേഹം സീമാതീതമാണെങ്കിൽ അത് സ്വീകരിച്ചവ പ്രാവർത്തികമാക്കാൻ ഈശോ ആവശ്യപ്പെടും. ദൈവം അത് ആഗ്രഹിക്കുന്നെന്ന് അത് മനസ്സിലാക്കുകയും ഈ അറിവ് അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. വിശ്വസ്തത പാലിക്കാൻ പല ബുദ്ധിമുട്ടുകളും അഭിമുഖീകരിക്കണമെന്ന് അതറിയുന്നു. എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം വിളിക്കുന്ന പദവിയിലേക്ക് അത് ഉയരുന്നു. ബുദ്ധിമുട്ടുകൾ അതിനെ ഭയപ്പെടുത്തുന്നില്ല. അവ അതിൻ്റെ അന്നന്നയപ്പം പോലെയാണ്. നിരന്തരം യുദ്ധം ചെയ്യുന്ന ഒരു യോദ്ധാവിനെ പീരങ്കിയുടെ ഗർജനം ഭയപ്പെടുത്താത്തതുപോലെ അവ ആത്മാവിനെ പേടിപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ഭയപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, ശത്രുവിനെ തോൽപ്പിക്കാൻ അവൻ്റെ ആക്രമണം എവിടെ നിന്ന് വരുന്നു എന്നറിയാൻ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നു. അത് അന്ധമായി ഒന്നും ചെയ്യുന്നില്ല, എല്ലാം സൂക്ഷിച്ച് നിരീക്ഷിക്കുന്നു. തന്നിൽ ആശ്രയിക്കാതെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും അനുഭവജ്ഞാനമുള്ളവരും ബുദ്ധിശാലികളുമായ മറ്റ് യോദ്ധാക്കളുടെ അഭിപ്രായം ആരായുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒരാത്മാവ് വർത്തിക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും തന്നെ വിജയം വരിക്കുന്നു. ഉപദേശം സ്വീകരിക്കാനോ ചിന്തിക്കാനോ സമയം ലഭിക്കാത്ത അവസരങ്ങളിൽ വരുന്ന ആക്രമണങ്ങളിൽ അത് ജീവൻ മരണ പോരാട്ടത്തിൽപ്പെടുന്നു. ചില സമയങ്ങളിൽ ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവിൽ നിശബ്ദമായി അത് അഭയം പ്രാപിക്കുന്നു. ഈ പ്രവൃത്തി മൂലം ശത്രു പരാജയപ്പെടുന്നു. യുദ്ധസമയത്തെന്നതുപോലെ തന്നെ സമാധാന കാലങ്ങളിലും ആത്മാവ് തൻ്റെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ജാഗ്രതയോടെ തന്നെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വിജയം വരിക്കാൻ സാധിക്കുകയില്ല. വിജയത്തിനുള്ള ഒരുക്ക സമയമാണ് ഞാൻ സമാധാന കാലങ്ങളെ കണക്കാക്കുന്നത്. ആത്മാവ് എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണം. വീണ്ടും ഞാൻ പറയുന്നു, ശ്രദ്ധയുണ്ടായിരിക്കണം. ധ്യാനിക്കുന്ന ആത്മാവിന് ധാരാളം വെളിച്ചം ലഭിക്കുന്നു. അശ്രദ്ധയോടെ ഇരിക്കുന്ന ആത്മാവിന് വീഴ്ച പറ്റാം. അതിന് വീഴ്ച പറ്റിയാൽ അത്ഭുതപ്പെടേണ്ട. ഓ ദൈവാരൂപിയെ, ആത്മാവിൻ്റെ നിയന്താവേ, അങ്ങ് പരിശീലിപ്പിക്കുന്നവൻ വിവേകമുള്ളവൻ. ശാന്തതയും ധ്യാനവുമുള്ളിടത്ത് മാത്രമേ ദൈവാരൂപി പ്രവർത്തിക്കുകയുള്ളൂ. പ്രാർത്ഥന എല്ലാ തരത്തിലുള്ള പോരാട്ടത്തിനും വേണ്ടി ആത്മാവിനെ ഒരുക്കുന്നു. ആത്മാവ് ഏതവസ്ഥയിലാണെങ്കിലും പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധിയും നൈർമല്യവുമുള്ള ആത്മാവ് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മലത നഷ്ടപ്പെടും. ഈ വിശുദ്ധിക്കായി പരിശ്രമിക്കുന്ന ആത്മാവും പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അതിനത് പ്രാപിക്കാൻ സാധിക്കുകയില്ല. സമീപകാലത്ത് മാനസാന്തരപ്പെട്ട ആത്മാവ് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അത് വീണ്ടും വീണുപോകും. പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ആത്മാവ് പ്രാർത്ഥിക്കണം, അത് പാപത്തെ അതിജീവിച്ചേക്കാം. ഒരാത്മാവിനും പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഒഴിവ് കഴിവില്ല. കാരണം ചെറിയ കൃപ പോലും പ്രാർത്ഥനയിലൂടെയാണ് ആത്മാവിന് ലഭിക്കുന്നത്. നോമ്പ് കാലങ്ങളിൽ ദിവസവും അരമണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് ആരാധിച്ചിരുന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ വെളിച്ചം ലഭിച്ചിരുന്നതെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ആ കാലഘട്ടത്തിൽ എന്നെ തന്നെയും ദൈവത്തെയും ആഴമായി മനസ്സിലാക്കാൻ സാധിച്ചു. അധികാരികളുടെ അനുവാദം ലഭിച്ചിട്ട് പോലും അപ്രകാരം പ്രാർത്ഥിക്കാൻ എനിക്ക് വളരെ തടസ്സങ്ങൾ അനുഭവപ്പെട്ടു. പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയിൽ നിലനിൽക്കാനും നാം ക്ഷമയുള്ളവരും ബാഹ്യവും ആന്തരികവുമായ ബുദ്ധിമുട്ടുകളെ ധൈര്യപൂർവ്വം തരണം ചെയ്യാൻ തയ്യാറുള്ളവരുമായിരിക്കണം. നിരുത്സാഹം, മരുഭൂമി അനുഭവം, വരൾച്ച,
ആത്മാവിൻ്റെ ബന്ധനം, പ്രലോഭനങ്ങൾ ഇവയാണ് ആന്തരികമായ തടസ്സങ്ങൾ. മാനുഷികമായ അംഗീകാരവും സമയവുമാണ് ബാഹ്യമായ തടസ്സങ്ങൾ. പ്രാർത്ഥനയ്ക്കായി മാറ്റിവച്ചിരിക്കുന്ന സമയം കാത്തുപാലിക്കണം. ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. കാരണം ഞാൻ എപ്പോഴെല്ലാം പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടോ, പിന്നീട് എൻ്റെ ജോലി മൂലം എനിക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി അതിന് സാധിച്ചിരുന്നെങ്കിൽ കൂടി എൻ്റെ ജോലി സംബന്ധിച്ച പല വിചാരം മൂലം പ്രാർത്ഥിക്കാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. എനിക്കിപ്രകാരം ഒരു പ്രയാസവും കൂടി അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരാത്മാവ് നല്ലപോലെ പ്രാർത്ഥിച്ച് ആഴമായ ധ്യാനാത്മകമായ അവസ്ഥയിൽ കൂടുതൽ ആഴത്തിലെത്തുമ്പോൾ മറ്റുള്ളവർ ഈ ധ്യാനാത്മകതയെ എതിർക്കുന്നു. അതിനാൽ ആത്മാവിന് പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നതിന് വലിയ ക്ഷമയുണ്ടാകണം. എൻ്റെ ആത്മാവ് ദൈവത്തിൽ ആഴമായി നിമഗ്നയായിരിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ എനിക്ക് വലിയ ഫലങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പകൽ മുഴുവൻ ദൈവസാന്നിധ്യം അനുഭവിക്കാനും ജോലി സമയത്ത് ധ്യാനാത്മകമായിരിക്കാനും കൂടുതൽ കൃത്യതയോടെയും നന്നായും എൻ്റെ ജോലികൾ ചെയ്യാനും സാധിച്ചിരുന്നു. ഇതെല്ലാം ഞാൻ ജോലിയിൽ ഉദാസീനത വരുത്തിയെന്നും എല്ലാ കാര്യങ്ങളും അവഗണിച്ചെന്നുമുള്ള കുറ്റാരോപണങ്ങൾ ലഭിച്ചിരുന്ന അവസരങ്ങളിലായിരുന്നു. എന്തെന്നാൽ ധ്യാനാത്മകമല്ലാത്ത ആത്മാക്കൾ മറ്റുള്ളവരും അവരെപ്പോലെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഇവർ അവർക്ക് കുറ്റബോധം ജനിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഉത്കൃഷ്ടവും മൃദുലവും ഏറ്റവും നിസ്സാരവും എന്നാൽ ഏറ്റവും ഗ്രഹണശക്തിയുള്ളതുമായ ആത്മാവ് എല്ലാത്തിലും എല്ലായിടത്തും ദൈവത്തെ കാണുന്നു. ഏറ്റവും മറിഞ്ഞിരിക്കുന്ന ഇടങ്ങളിലും ദൈവത്തെ കണ്ടെത്തുന്നു. എല്ലാ കാര്യങ്ങളും അതിന് പ്രധാനപ്പെട്ടതാണ്. എല്ലാ കാര്യങ്ങളും നന്നായി ആസ്വദിക്കുകയും എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുകയും എല്ലാത്തിൽ നിന്നും ആത്മാവിനു വേണ്ട നന്മ സ്വീകരിച്ചുകൊണ്ട് സകലതരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അത് ദൈവത്തിൽ ആശ്രയിക്കുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ പരിഭ്രമിക്കുന്നില്ല. ദൈവം ഏറ്റവും നല്ല പിതാവാണെന്ന് വിശ്വസിക്കുകയും മനുഷ്യരുടെ അഭിപ്രായങ്ങളെ അവഗണിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും മൃദുലമായ പ്രേരണകളെപ്പോലും വിശ്വസ്തയോടെ അനുസരിക്കുകയും ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ കൂടെ എന്ന പോലെ ആത്മാവിൽ ആനന്ദിച്ച് അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. മറ്റാത്മാക്കളാകട്ടെ ഭയപ്പെട്ട് നിശ്ചലമാകുമ്പോൾ ഈ ആത്മാവ് ഭയമോ പ്രയാസങ്ങളോ കൂടാതെ അതിനെ തരണം ചെയ്യുന്നു. കർത്താവ് ഒരാത്മാവിൻ്റെ അടുത്തായിരിക്കാനും അതിനെ നയിക്കാനും ആഗ്രഹിക്കുമ്പോൾ ബാഹ്യമായിട്ടുള്ളതെല്ലാം അവിടുന്ന് മാറ്റിക്കളയും. എനിക്ക് രോഗം പിടിപെടുകയും ആശുപത്രിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തപ്പോൾ ഇതുമൂലം വളരെ സഹിക്കേണ്ടി വന്നു. ഞങ്ങൾ 2 പേർ രോഗികളായി ആശുപത്രിയിലുണ്ടായിരുന്നു. സിസ്റ്റർ എന്നിനെ സന്ദർശിക്കാൻ വന്നിരുന്നു. എന്നാൽ ആരും എന്നെ സന്ദർശിക്കാൻ വന്നില്ല. രോഗികൾക്കായുള്ള ഒരു വലിയ മുറിയിലായിരുന്നു ഞങ്ങളെങ്കിലും ഓരോരുത്തർക്കും വേർതിരിക്കപ്പെട്ട ചെറിയ മുറി അതിലുണ്ടായിരുന്നു. മഞ്ഞുകാലത്തിലെ രാത്രികൾ ദൈർഘ്യമുള്ളതായിരുന്നു. സിസ്റ്റർ എന്നിന് ലൈറ്റും റേഡിയോ ഹെഡ്ഫോണും ഉണ്ടായിരുന്നു. എന്നാൽ എനിക്കാകട്ടെ വെളിച്ചക്കുറവ് മൂലം ധ്യാനത്തിന് ഒരുങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. ഇപ്രകാരം ഏകദേശം 2 ആഴ്ച കടന്നുപോയി. ഒരു ദിവസം വൈകിട്ട് എൻ്റെ സഹനത്തെപ്പറ്റിയും ധ്യാനത്തിന് ഒരുങ്ങാൻ പോലും വെളിച്ചം ലഭിക്കാത്തതിനെപ്പറ്റിയും ഞാൻ കർത്താവിനോട് പരാതിപ്പെട്ടു. എല്ലാ ദിവസവും വൈകിട്ട് വന്ന് അടുത്ത ദിവസത്തെ ധ്യാനത്തിൻ്റെ വിഷയങ്ങൾ കർത്താവ് പറഞ്ഞു തരാമെന്നേറ്റു. ഈ വിഷയങ്ങളെല്ലാം അവിടുത്തെ ദാരുണമായ പീഡാസഹനത്തെ സംബന്ധിക്കുന്നവയായിരുന്നു. അവിടുന്ന് പറഞ്ഞു, പീലാത്തോസിൻ്റെ മുമ്പിലുള്ള എൻ്റെ സഹനത്തെപ്പറ്റി ഓർക്കുക. അപ്രകാരം അവിടുത്തെ ദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പടിപടിയായി ഒരാഴ്ച ഞാൻ ധ്യാനിച്ചു. ആ സമയം മുതൽ വലിയ ആനന്ദം അനുഭവപ്പെട്ടു. പിന്നീട് എനിക്ക് സന്ദർശകരെക്കുറിച്ചോ വെളിച്ചത്തെക്കുറിച്ചോ ഒരു പരാതിയും ഉണ്ടായില്ല. എല്ലാറ്റിനും പകരമായി ഈശോ എനിക്ക് മതിയായവനായിരുന്നു. മഠാധികാരികൾ രോഗികളെക്കുറിച്ച് വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. എന്നാൽ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവളായി തോന്നാൻ കർത്താവ് അനുവദിച്ചു. അവിടത്തേക്ക് പ്രവർത്തിക്കാൻ നല്ല ഗുരുവായ അവിടുന്ന് എല്ലാ സൃഷ്ടികളെയും പിൻവലിച്ചു. പലപ്പോഴും ഞാൻ വളരെ സഹനങ്ങളും പീഡനങ്ങളും അനുഭവിച്ചു. മദർ മാർഗ്രറ്റ് ആയിരിക്കാം എന്നോട് പറഞ്ഞു, സിസ്റ്റർ, നിന്റെ മാർഗത്തിൽ സഹനങ്ങൾ പെട്ടെന്ന് മുളപൊട്ടി വരുന്നു. നീ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതായി ഞാൻ കരുതുന്നു. ഈശോയ്ക്ക് ഇതിലൊരു കൈയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിനോട് വിശ്വസ്തത പുലർത്തുക.